ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വെറുതെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയുന്ന ഇതുപോലത്തെ കവറുകൾ വെച്ച് നമുക്കൊരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. ഇതുപോലത്തെ വേസ്റ്റ് കവറുകൾ വെച്ച് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വേസ്റ്റ് കവറുകൾ വെച്ച് നമുക്ക് വളരെ സിമ്പിളായി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നമ്മളൊരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു അടപ്പ് വെച്ച് ഇതിനകത്ത് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ അതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കവർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് വീതി കുറഞ്ഞ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലത്തെ വേസ്റ്റ് കവറുകൾ കിട്ടുമ്പോൾ ആരും കളയരുത്. ഇതുപോലെ വീതി കുറഞ്ഞ കുറേ പീസുകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഇതിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. നമ്മളിവിടെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് അതിലേക്ക് വെച്ച് നമ്മൾ ആദ്യം സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്കിതിൽ മുഴുവനായും ചുറ്റിയെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ മുഴുവനായി നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളും ഇലകളും ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് ഇതുപോലെ മടക്കി നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പീസിന്റെ രണ്ടറ്റങ്ങളിലും നടുക്കുമായിട്ടാണ് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും മടക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമുക്കിതൊരു കുഞ്ഞു ഫ്ലവർ ആയി കിട്ടും. നമ്മളിത് റോൾ ചെയ്തെടുത്ത് ലാസ്റ്റിൽ വരുന്ന ഒരു ഭാഗത്ത് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേസ്റ്റ് കവറിൽ നിന്നും 9 പൂക്കളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വേസ്റ്റ് കവറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇലകളും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഇലകളും 9 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ഇലകൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കൾ കൂടെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം വെച്ച് ചെയ്തെടുക്കാവുന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ ഓരോ പൂക്കളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ വേസ്റ്റ് കവർ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. അതിന്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും അതിന്റെ താഴെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കതിന്റെ താഴെ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ചും ചുമരിൽ വെക്കാം. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വേസ്റ്റ് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.